അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ നടപടി കടുപ്പിക്കാൻ കേന്ദ്രം. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നാടുകടത്താൻ സംസ്ഥാന പോലീസ് മേധാവിമാർക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നിർദ്ദേശം. വിവരങ്ങളുമായി ഇപ്പോൾ ഫെമിന ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ഫെമിന, ഈ കുടിയേറ്റക്കാരെ അനധികൃതരെന്ന് മുദ്രകുത്തി അവരെ കൂടി ദ്രോഹിക്കാനുള്ള നടപടിയിലേക്കാണ് കേന്ദ്ര സർക്കാർ നീങ്ങുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ ഈ കുടിയേറ്റക്കാർക്കെതിരായുള്ള നീക്കം? അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നടപടി കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്രം. സംസ്ഥാന പോലീസ് മേധാവിമാർക്കാണ് അമിത്ഷാ ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയത്. രാജ്യത്തെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റം ഭീഷണിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നടപടി കടുപ്പിക്കാനായിട്ട് കേന്ദ്രം ഒരുങ്ങുന്നത്. ഇത്തരത്തിൽ ആളുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് രേഖകൾ പരിശോധിച്ച നടപടികളിലൂടെ അനധികൃതമായി രാജ്യത്തേക്ക് കുടിയേറുന്നവരെ നാടുകടത്തണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്രം ഇത്തരത്തിൽ വിവിധ സംസ്ഥാനങ്ങളുടെ ആഭ്യന്തര മന്ത്രാലയങ്ങൾ നൽകിയിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിമാർക്ക് ഇത്തരത്തിലൊരു നിർദ്ദേശമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയിരിക്കുന്നത്. ഇതിന് സംസ്ഥാന പോലീസും കേന്ദ്ര ഏജൻസികളും തമ്മിൽ കൂടുതൽ ഏകോപനം വേണമെന്നും ഉള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീർച്ചയായും മറ്റൊരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്, അതായത് ഈ കേന്ദ്ര സർക്കാർ എല്ലാ വിധത്തിലും യശസ് കെട്ട് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ മറ്റൊരു രീതിയിൽ രാജ്യത്ത് വിഭജനം സൃഷ്ടിക്കാനും അത്തരം രീതിയിലേക്ക് ശ്രദ്ധ തിരിക്കാനുമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കമാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്ന അടക്കമുള്ള വിമർശനങ്ങളുണ്ട് ഈ വിഷയത്തിലടക്കം, അല്ലേ ഫെമിന? അതെ, തീർച്ചയായും രാജ്യത്തെ കേന്ദ്ര സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളുമാണ് വരുന്നത്. പ്രത്യേകിച്ച് രാജ്യത്ത് വിദ്യാർത്ഥികളടക്കം പ്രതിഷേധവും അതുപോലെ തന്നെ വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിഷേധം നടത്തുമ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത്തരത്തിൽ പ്രതിഷേധങ്ങളെ നേരിടുന്നതിൽ വലിയ പരാജയമായിരുന്നു. പ്രത്യേകിച്ച് സുപ്രീം കോടതി അടക്കം ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ കേസുകൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണുള്ളത്. വിദ്യാർത്ഥികൾക്കെതിരെ ബലം പ്രയോഗിച്ച് അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്ക് നേരെ ദില്ലി പോലീസ് ആയാലും കേന്ദ്ര മറ്റു അർദ്ധ സൈനിക വിഭാഗങ്ങളെല്ലാം നടത്തിയത്. ഇതിൽ വലിയ വിമർശനമുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ആഭ്യന്തര മന്ത്രാലയം അതിന് മറുപടിയായി പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാൻ പോലും മടിച്ച ഒരു ആഭ്യന്തരമന്ത്രിയാണ് ഇപ്പോൾ അനധികൃത കുടിയേറ്റക്കാരുടെ പേരിൽ ശ്രദ്ധ തിരിക്കാനുള്ള നീക്കം നടത്തുന്നത്. എന്തായിരുന്നാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശങ്ങൾ സംസ്ഥാന പോലീസ് മേധാവിമാർക്ക് ലഭിക്കുന്നു. അതിൻ്റെ വിവരങ്ങൾ, വിശദാംശങ്ങളാണ് ഫെമിന നൽകിയത്.